നീറ്റ് എക്സാം റദ്ദ് ചെയ്തിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പാരൻസിനോടും വിദ്യാർത്ഥികളോടും പറയുവാനുള്ള ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അനിത, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് പാരന്റിംഗ് കോച്ച്. അതെ, ഈ അവസരം നിങ്ങൾക്ക് വളരെയേറെ വിഷമം ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നിലച്ചു പോയതായിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി സെലിബ്രേഷൻസ് മാറ്റിവെച്ചിട്ടുണ്ട്, ഒത്തിരി ഫാമിലി ഫങ്ഷൻസ് മാറ്റിവെച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വളരെയേറെ അകന്നു നിന്നിട്ടുണ്ട്. ഒത്തിരി സഫർ ചെയ്തിട്ടാണ്, ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഡ്രീമിൻ്റെ എൻഡിലോട്ട് കുതിച്ച് കയറിയത്. അത് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമോഷണൽ വൾണറബിലിറ്റി അല്ലെങ്കിൽ ആ മെൻ്റൽ ഫെറ്റീഗ്, നിങ്ങളുടെ ഒരു ആംഗ്രി മൂഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വളരെയേറെ ദുഃഖം നിറഞ്ഞ ഒരു അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്കിങ്ങനെ പോയാൽ പോരാ. യെസ്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു എയിം ഉണ്ടായിരുന്നു. ആ എയിമിൽ എത്തിയേ മതിയാവുള്ളൂ. ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെ നമ്മൾ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരണം. നെഗറ്റീവ് തോട്ടും ഇമോഷൻസും ഒക്കെ നമ്മൾ അതിനോട്ട് കൂട്ടിക്കലർത്തിയാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. ഞങ്ങളെപ്പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ മെൻ്റൽ വൾണറബിലിറ്റി മാറ്റി നിങ്ങളുടെ മനസ്സിനെ ദൃഢപ്പെടുത്തുക. നിങ്ങൾക്ക് ഇവിടെ ആവശ്യം പ്രിപ്പറേഷൻ ഒന്നുമല്ല. പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ സിലബസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു അവസരത്തിൽ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾക്ക് താങ്ങായി തണലായി ഇപ്പോൾ ഉണ്ടാകണം. നിങ്ങളുടെ പ്രതീക്ഷയാണ് അവർ. ഇനി ടൈം ലൈനിൽ ഒരല്പം മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാം കൈവിട്ട് പോയിട്ടില്ല. കുറച്ചുകൂടെ ഒരു സാവകാശം ലഭിച്ചു എന്ന് കരുതുക. കുട്ടികളെ ആവശ്യമില്ലാതെ ഫോഴ്സ് ചെയ്യരുത്. എക്സാമിന് വേണ്ടി പഠിക്ക് എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. നിനക്ക് വീണ്ടും സമയം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യരുത്. അവരോട് കൂടെ ഇരിക്കുക. നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ കൂടെ ഉണ്ട്, നിനക്കാവുന്നത്ര നീ പരിശ്രമിക്കുക, നമുക്ക് വിജയം നേടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ആവശ്യമൊന്നുള്ളത് സിലബസ് പ്രിപ്പറേഷൻ അല്ല, ഓൺലി റിവിഷൻ മാത്രമേ ആവശ്യമുള്ളൂ. അല്ല 14 ഇയേഴ്സ് നിങ്ങൾ കണ്ണടച്ചിരുന്ന് അങ്ങ് പഠിക്കേണ്ട ഏതൊരു കാര്യവുമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കറേജിലോട്ട് കൊണ്ടുവരിക, ധൈര്യപ്പെടുത്തുക. അതായത് മെൻ്റൽ ഫെറ്റീഗിൽ നിന്ന് നിങ്ങൾ ഫോർട്ടിറ്റ്യൂഡിലോട്ട് കയറി പോവുക, ധൈര്യത്തിലോട്ട് കയറി പോവുക എന്നതാണ്. അതിന് ഇവിടെ സ്കോർ നേടേണ്ടത് പാരൻസ് അല്ല, കുട്ടികളാണ് ഹൈ സ്കോർ നേടേണ്ടത്. അപ്പോൾ പാരൻസ് അവർക്ക് ഇവിടെ താങ്ങായി തണലായി നിൽക്കണം. അല്ലെങ്കിൽ ഇതിൽ നീ ചെന്ന് തൊട്ടാൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്, നിന്റെ കാര്യത്തിലെല്ലാം ഇങ്ങനെ സംഭവിക്കുള്ളൂ, ഇങ്ങനെയുള്ള കമൻസുകളൊന്നും കുട്ടികളോട് പറഞ്ഞ് കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ചെയ്യുവാൻ പാടുള്ളതേ അല്ല. കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരുടെ ഹെൽത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ ഡയറ്റിൽ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു ടൈം ലൈനിൽ ഒരു വ്യത്യാസം വന്നു, 1 to month അങ്ങോട്ട് മാറും അഡ്മിഷന്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സീറ്റ് അവിടെ വെയിറ്റിംഗ് തന്നെയാണ്, അതാർക്കും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ സാഹചര്യം അല്ലെങ്കിൽ ഈ എക്സാം റദ്ദ് ചെയ്യപ്പെട്ടത് ആകെ മോശമായി പോയി, അല്ലെങ്കിൽ ഇനി ഞാൻ എക്സാം എഴുതണമോ എന്ന് ചിന്തിക്കുന്നവർ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. ഈ എക്സാം ഇതിവിടെ റദ്ദ് ചെയ്യപ്പെട്ടില്ല, അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല, ഈ മാൽ പ്രാക്ടീസ് ഒന്നും വെളിച്ചത്ത് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നാണ്. എന്നാൽ മാൽ പ്രാക്ടീസിലൂടെ എക്സാം എഴുതിയവർ 100 സ്കോറും മേടിച്ച് പോകുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ ഒരിടവും എത്തിപ്പെടാതെ പോകും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇത് ഒരു നല്ലൊരു സാഹചര്യമാണ്, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ് എന്ന് നിങ്ങൾ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നമുക്ക് തന്ന ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ തന്ന ഒരു ചാൻസ് ആണ്. അതിനെ റീഫ്രെയിം ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. പാരൻസ് ആൻഡ് ചിൽഡ്രൻ, നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, നിങ്ങൾ അങ്ങനെ റീഫ്രെയിം ചെയ്ത് ഇത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് 1-2 മാസം ചിലപ്പോൾ എക്സാമിന് വേണ്ടി കിട്ടിയെന്നിരിക്കും. 24 hours നിങ്ങൾ അതിനുവേണ്ടി പഠിക്കുക, അതിനുവേണ്ടി സമയം ചെലവാക്കുക. അതൊന്നും വേണ്ട. നിങ്ങൾ സിലബസ് മൊത്തം നിങ്ങൾക്ക് തറവാണ്. നിങ്ങൾക്കിനി ആവശ്യം റിവിഷൻ മാത്രമാണ്. അതുപോലെ നല്ല മെൻ്റൽ ഇമ്മ്യൂണിറ്റിയും ഫിസിക്കൽ ഇമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്.
അതുപോലെ തന്നെ പോസിറ്റീവ് വാലിഡേഷൻ ഫ്രം പാരൻസ്, ഇതാണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഉള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കും. ഇനി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയേണ്ടത്, നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതായത് എപ്പോഴും മൊബൈലുമായിട്ട് ഈ സ്ക്രോളിങ് ചെയ്യുന്നത്, അതായത് എന്താണ് അപ്ഡേഷൻ, എന്താണ് എക്സാം എപ്പോഴാണ്, അടുത്ത് എന്താണ്, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, എക്സാം റദ്ദ് ചെയ്തു, ഇനി അതിലോട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം മാത്രം ഈ കാര്യങ്ങൾ അപ്ഡേഷൻ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ 24 മണിക്കൂർ സ്ക്രോൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോട് 24 മണിക്കൂർ ഈ പ്രശ്നത്തെ പറ്റി ചാറ്റ് ചെയ്യുക, പലരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ നെഗറ്റീവിലോട്ട് പോകുവാനായിട്ട് ഒരിക്കലും ശ്രമിക്കുവാൻ പാടുള്ളതല്ല. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ട് പോകണം. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് റിവിഷനിലാണ്. നിങ്ങളെ ഹെൽത്തിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. സ്ലീപ്പ്, ആവശ്യമായിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾക്ക് ഉണ്ടാകണം. 8 മണിക്കൂർ നിങ്ങൾ സ്ലീപ്പ് റുട്ടീനിൽ നിങ്ങൾക്ക് ഉണ്ടാകണം, മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഹെൽത്തി എക്സർസൈസുകൾ ചെയ്യണം. ഹെൽത്തി ഫുഡ് വളരെ അത്യാവശ്യമാണ്. മെന്റൽ റിലാക്സേഷൻ ആവശ്യമാണ്. അത്യാവശ്യമുള്ളപ്പോൾ ഒന്ന് കളിക്കാൻ പുറത്ത് ഔട്ട്ഡോർ ഗെയിംസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മെന്റൽ റിലാക്സേഷൻ തരുന്ന വർക്കുകളിൽ നിങ്ങൾക്ക് ഏർപ്പെടാം. പിന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പാരൻസിനായിട്ടോ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. നിങ്ങളത് സൈലന്റ് ആയിട്ട് ഒരിക്കലും സഫർ ചെയ്യുവാനായിട്ട് പാടുള്ളതില്ല. ആവശ്യമാണെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്ത് നിങ്ങളുടെ മൈൻഡിനെ മാഗ്നറ്റൈസ് ചെയ്യുവാൻ അല്ലെങ്കിൽ മെന്റൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്. നിങ്ങളുടെ റാങ്കിലോ നിങ്ങളുടെ മാർക്കിലോ ഒരു സ്കോർ ഷീറ്റിലോ ഒന്നുമല്ല നിങ്ങളുടെ ഭാവി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആസ് എ ഹ്യൂമൻ ബീയിങ്, എ വാല്യുബിൾ പേഴ്സൺ ആയിട്ട് മാറുക എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ സീറ്റ് അവിടെ വെയിറ്റിംഗിലാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ആ വൈറ്റ് കോട്ട്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങളെ പാരൻസിനെ പ്രൗഡാക്കുവാൻ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവരെ ഹീൽ ചെയ്യുവാൻ. അതവിടെ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. ആർക്ക് വേണ്ടിയും അത് കൊടുത്തിട്ടില്ല. നിങ്ങളൊന്ന് ഉണരുക. അതെ, ആ ഒരു വണ്ടി ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ടയറുകളൊക്കെ ഒന്ന് മാറ്റും, പിന്നെ എന്ത് ചെയ്യും, റീഫ്യൂൽ ചെയ്യും അല്ലെ, വണ്ടി ആ ഓയിലൊക്കെ ഒന്ന് മാറ്റും, എന്നിട്ട് അത് പഴയതിനേക്കാൾ ശക്തിയായിട്ട് ചീറിപ്പായും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഓയിലൊക്കെ ഒന്ന് മാറ്റുക, നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റി എല്ലാം ഒന്ന് നന്നാക്കുക. വീണ്ടും പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയൊക്കെ എടുത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹീൽ ചെയ്യണം. അതിന് നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് പറയണം. എന്തൊക്കെയാണോ നിങ്ങൾ നെഗറ്റീവായിട്ട് വരുന്ന തോട്ട്, അതിനെയെല്ലാം നിങ്ങൾ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവായിട്ട് മാറ്റും. ഇനി എത്ര സമയമുണ്ട്, ഇത് കിട്ടിയില്ലെങ്കിൽ വേറൊരു കോഴ്സിന് ചേരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള തോട്ടുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു കോഴ്സിന് ചേരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കോഴ്സിന്റെ സമയത്ത് നിങ്ങൾ അതിലേക്ക് ചേരുക. ചേർന്നതിന് ശേഷം ഇതിന്റെ അഡ്മിഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് TC ഒക്കെ മേടിച്ച് വന്ന് ചേരാമല്ലോ. അങ്ങനെ നിങ്ങൾ ആകെ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ ഈ മാനസികാവസ്ഥ ഞങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. നന്നായിട്ട് ശ്രമിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ സിലബസിനേക്കാൾ പ്രാധാന്യം ഇവിടെ നിങ്ങളുടെ മെന്റൽ എബിലിറ്റിക്കാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.